അപ്പേ എന്തോ ഇന്നലെ നമ്മള് ചേച്ചീനെ ടൗണിൽ വെച്ചോണ്ടില്ലേ? അപ്പൊ ആ ചേച്ചി പറഞ്ഞില്ലേ ബ്രദർ പ്രാർത്ഥിച്ചിട്ട അവരുടെ മോൾക്ക് കുട്ടി ഉണ്ടായെന്ന്. അപ്പൊ അപ്പയ്ക്ക് അങ്ങനത്തെ പ്രത്യേക കഴിവുമല്ലോ ഉണ്ടോ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നടത്തി കൊടുക്കാൻ? ഞാൻ പുരോഹിതനാവാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ കപ്പ്യാരുടെ കുപ്പായം വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്നും കിട്ടാത്തതുകൊണ്ട് ആ പുരോഹിതൻ എന്ന സ്വപ്നം അവിടെ ഉപേക്ഷിച്ചു. പിന്നീടാണ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത്. ചെയ്യാത്ത പണികളൊക്കെ കുറവാണ് അപ്പോസേ. അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന സമയത്ത് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പലരും അവരുടെ പല ആവശ്യങ്ങളും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. തലവേദന, ക്യാൻസർ, ട്യൂമർ, കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, ഇതെല്ലാം പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോട്ട് എഴുതി വയ്ക്കും. എൻ്റെ എന്നുമുള്ള പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങളൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ ഒരാളാണ് ഇന്നലെ പറഞ്ഞത് അവരുടെ മകൾക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ബേസിക് സത്യം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവം അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കും. പിന്നെ ഒരു വിഷയത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേൾക്കുമെന്നാണ് പറയുന്നത്. ബി ഹാപ്പി.